കമ്മ്യൂണിസ്റ്റുകാരോട് ആ ഒന്ന് പറയണം. പെട്ടെന്ന്. ഷാഫി പറമ്പിൽ KSRTC കിട്ടി. ഇന്ന് വരയ്ക്കും നിങ്ങൾ നമ്പർ കൊടുത്തിട്ടുണ്ടോ? നമ്പർ കൊടുത്തിട്ടുണ്ടോ? നമ്പർ കൊടുത്തോ? ബിൽഡിംഗ് നമ്പർ കൊടുത്തിട്ടുണ്ടോന്ന്? കൊടുത്തിട്ടില്ല. അത് കെട്ടാൻ എത്ര വർഷം വന്നു അത് പറയാൻ പറ്റുമോ? ശരി ശരി ശരി, ചോദ്യം. ഓക്കെ, ആരോടാ? മറുപടി എനിക്ക് ചോദിക്കാനുള്ളത് പറയും. UDFന്റെ പ്രതിനിധിയോടാണ്. നിങ്ങൾ ഫണ്ട് വിനിയോഗിച്ചതിന്റെയും റോഡിന്റെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പൈപ്പ് പൊട്ടിയത്, പൈപ്പ് ഇട്ടാല് പൊട്ടും, അത് നന്നാക്കാൻ വേണ്ടി വാട്ടർ അതോറിറ്റി ആളെ നിർത്തും. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് പോയാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പഞ്ചായത്ത് നിർത്തുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ തുടർച്ചയായിട്ട് MLA വന്ന് ഒരു ടൗൺ ഹാൾ ഉണ്ടല്ലോ, നമ്മുടെ ടൗൺ ഹാളിന് പൊളിച്ചു മാറ്റി MLA ഫണ്ട് തരാന്ന് പറഞ്ഞിട്ട് നമ്മൾ പൊളിച്ചു മാറ്റി. അത് എത്ര MLA വന്നാലാണ് ആ ടൗൺ ഹാൾ മുഴുവനാക്കാൻ പറ്റുക എന്നൊന്നും കൂടെ പറയാം. ടൗൺ ഹാൾ അതും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ടൗൺ ഹാൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത ടൗൺ ഹാളിന് MLA ഫണ്ട് അനുവദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ ടൗൺ ഹാള് MLA അതിന്റെ ഫ്രാക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ മുതൽ ഈ മുനിസിപ്പാലിറ്റി ആ ടൗൺ ഹാൾ പണിയുന്നതിന് പൂർണ്ണമായും എതിരായിരുന്നു. അത് അവർ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ച് ഞാൻ പറയുന്നു, ഇവിടെ ടൗൺ ഹാൾ MLA ഫണ്ടിൽ നിന്നും പൂർത്തിയാക്കേണ്ടത് നിർബന്ധമായും ടൗൺ ഹാളിന്റെ പണി MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ട് പൂർത്തിയാക്കുക തന്നെ ചോദിക്കും. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം, നിങ്ങൾ ഇന്ദിര ഇവിടെ മുനിസിപ്പാലിറ്റി സ്റ്റേഡിയം ഉണ്ടല്ലോ, ഇവിടുത്തെ യുവാക്കൾ ഏറ്റവും കൂടുതൽ ഇവിടെ ചോദ്യം ഉയർന്നു വന്നത് ഇവിടുത്തെ യുവജനങ്ങൾക്ക് വേണ്ടിയാണ്. ആ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേഡിയം ഇവിടെ മുനിസിപ്പാലിറ്റിന്റെ അധീനത്തിലുണ്ടല്ലോ. ഇന്ന് വരെ ഒരു 10 പൈസ ആ മുനിസിപ്പാലിറ്റി ആ സ്റ്റേഡിയത്തിന് വേണ്ടി ഒരു 10 പൈസ ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ടോ? BJPയുടെ കൗൺസിലറല്ലേ, മറുപടി പറയൂ. സ്റ്റേഡിയം ഞങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അവിടെ വലിയൊരു പ്രൊജക്ട് അതിന്റെ പ്രാരംഭഘട്ടം ആരംഭിച്ചിട്ടുണ്ട്. പാലക്കാട്ടുകാരോട് പത്രം വായിക്കുന്ന പാലക്കാടുകാരോട് ചോദിക്കും. പിന്നെ MLA ടൗൺ ഹാൾ പ്രൊജക്ട് നഗരസഭയ്ക്കാണ് ഫണ്ട് കൈമാറിയത്. MLA സ്വന്തം നിലയ്ക്ക് പദ്ധതി രൂപീകരിച്ചു. MLA സ്വന്തം നിലയ്ക്ക് അത് ഒരു ഏജൻസി ഏൽപ്പിച്ചു. സ്വന്തം നിലയ്ക്കാണ് ഫണ്ട് കൈമാറിയാൽ മാത്രമേ ടൗൺ ഹാൾ ഞങ്ങൾ ഏറ്റെടുത്ത പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കിയ ചരിത്രമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് MLA സ്വന്തം നിലയ്ക്ക് കൊണ്ടുപോയത് കൊണ്ടാണ് ആ പദ്ധതി ഇന്നും എവിടെ എത്താതെ കിടക്കുന്നത്. ഞങ്ങൾ 320 കോടി രൂപയുടെ അമൃത് പദ്ധതി സമയബന്ധിതമായി നടപ്പിലാക്കിയ ട്രാക്ക് റെക്കോർഡുള്ള നഗരസഭയാണ്. ടൗൺ ഹാൾ എപ്പോ പൂർത്തിയാക്കും? അതിന്റെ പണി എപ്പോ പൂർത്തിയാകും? അതിന്റെ മറുപടി ഇവിടെ BJPയുടെ പ്രതിനിധി തന്നെ പറഞ്ഞു. ഇവിടെ MLA അത് ഒറ്റയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് MLAക്കുള്ള ക്രെഡിറ്റ് ആവും എന്ന് കരുതിയിട്ടാണ് ഇവർ ഈ തുരങ്കം വെക്കുന്നത് മുഴുവൻ. മുനിസിപ്പാലിറ്റി MLA ഫണ്ട് കൈമാറിയാൽ മാത്രമേ ടൗൺ ഹാളിന്റെ പണി പൂർത്തിയാക്കാൻ അനുവദിക്കുള്ളൂ എന്ന് പറയുന്നു. ഇവരെ എന്ത് ചോദിച്ചാലും, ഇപ്പൊ ചോദിച്ചാൽ അരി എത്രയാന്ന് ചോദിച്ചാൽ എന്ത് ചോദിച്ചാലും അമൃത് പദ്ധതി. ശശികുമാർ, ഒരു മിനിറ്റ്. ഷാജാൻ, ഈ ടൗൺ ഹാളുമായി ബന്ധപ്പെട്ട് എന്താ പറയാനുള്ളത് ഇടതുപക്ഷത്തിന്? ടൗൺ ഹാളുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, തുടക്കത്തിലെ സൂചിപ്പിച്ചതാണ്. ഒരു ജില്ലയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നുള്ള നിലയിൽ, ഒരു ജില്ലയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള മണ്ഡലം എന്നുള്ള നിലയിൽ അതിനെ വേണ്ട രീതിയിൽ കാലഘട്ടത്തിനനുസരിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇവിടെയുള്ള MLA ആ കാര്യത്തിൽ MLA വലിയ പരാജയമാണ്. അതുപോലെ തന്നെ അതിന് സപ്പോർട്ട് ആയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നതിൽ ഇവിടുത്തെ നഗരസഭയും വലിയ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇത്ര നേരത്തെ ചർച്ചയിലൂടെ തന്നെ എല്ലാവർക്കും ബോധ്യപ്പെട്ടുള്ള കാര്യമാണ്. ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് നിങ്ങൾ നോക്കണം, മറ്റ് ജില്ലകളിൽ പോയി നോക്കണം, മറ്റ് മണ്ഡലങ്ങളിൽ പോയി നോക്കണം. കേരളത്തിന്റെ കായിക കുതിപ്പിന് വലിയ സംഭാവനകൾ നൽകുന്ന ഒരുപാട് ട്രാക്കുകളും മറ്റ് സൗകര്യങ്ങളും എല്ലാം തന്നെ സർക്കാർ സ്കൂളുകളിൽ വരെ അത്തരത്തിലുള്ള സൗകര്യങ്ങളുണ്ട്. എന്നിട്ട് ഒരു ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു സ്റ്റേഡിയം നവീകരിക്കുന്നതിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻഡോർ സ്റ്റേഡിയം പൂർത്തിയാക്കിയെടുക്കുന്നതിനോ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുന്നില്ല. എന്തെല്ലാം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും കിഫ്ബി എന്നൊരു പദ്ധതി കൊണ്ടുവന്ന് ആ പദ്ധതിയിലൂടെ കേരളത്തിലെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ ജില്ലയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലെ ഈ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാനോ MLAക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ സൂചിപ്പിച്ചത് ഇവിടെ ഉണ്ടായിരുന്ന ടൗൺ ഹാളില്ല, ഉണ്ടായിരുന്ന സ്റ്റേഡിയങ്ങൾ പഴയതിനേക്കാൾ മോശമായി പോകുന്നു. അതൊന്നും പൂർത്തീകരിക്കുന്നതിൽ MLA എന്നുള്ള രീതിയിൽ വലിയ പരാജയമാണെന്നുള്ള കാര്യത്തിൽ സർക്കാരിന് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ലേ ഷാജഹാൻ?
ചോദ്യം. സർക്കാരിനൊന്നും ചെയ്യാനില്ല. സർക്കാർ നേരിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ കായിക വകുപ്പുമായി ബന്ധപ്പെട്ടും മറ്റ് സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ടും എല്ലാം തന്നെ ഉണ്ട്. പക്ഷെ MLA എന്നുള്ള രീതിയിലുള്ള എന്തെങ്കിലും ഒരു പ്രപ്പോസലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനമോ ഉണ്ടാക്കുമ്പോൾ അതല്ല. ഇവിടെ മോയിൻസ് സ്കൂളിന്റെ കാര്യം പറഞ്ഞു, മോയിൻസ് സ്കൂളിന്റെ കാര്യം, ഗേൾസ് സ്കൂളിന്റെ കാര്യം പറഞ്ഞു. കേരളത്തിൽ ഇത്രയധികം കുട്ടികൾ, പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സർക്കാർ സ്കൂൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ, എന്റെ അറിവ് ശരിയാണെങ്കിൽ രണ്ടാമത്തെ സ്കൂളാണ് എന്നുള്ളതാണ്. ഒരു സ്മാർട്ട് ക്ലാസ് റൂം പോലും ആ സ്കൂളിനകത്ത് കൊണ്ടുവരുവാൻ ഇവിടുത്തെ MLAക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മറ്റ് മണ്ഡലങ്ങളെടുത്ത് പോയി നോക്കൂ, മറ്റ് മണ്ഡലങ്ങൾ, ചിറ്റൂർ മണ്ഡലത്തിൽ പോയി നോക്കൂ, അതുപോലെ തന്നെ മലമ്പുഴയിൽ പോയി നോക്കൂ. അവിടെയെല്ലാം തന്നെ ഇത്തരത്തിലുള്ള സ്കൂളുകളെല്ലാം തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ അവിടെയുള്ള MLA-മാരുടെ ഫണ്ടുകളിൽ നിന്ന് അവരുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള ഒരു ഇടപെടലും ഇവിടെയുള്ള MLA-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. തന്റെ ഫ്ലെക്സ് വരുന്ന അല്ലെങ്കിൽ തന്റെ ഇമേജ് ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള എന്ത് പ്രചരണമാണെങ്കിലും ഒരിടപെടലും ഇവിടെയുള്ള MLA-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല, മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അദ്ദേഹം 2 തവണ ആവർത്തിച്ചു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും കേരളത്തിൽ ഇതുപോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുവെന്ന്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിൽ എങ്ങനെയാ വന്നതെന്ന് ഇവരൊന്നും മറുപടി പറയട്ടെ. ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ ഇടയിലും ഇവർ ദൂർത്തയാത്ര നടത്തിയില്ലേ, നവകേരള യാത്ര എന്ന് പറഞ്ഞിട്ട്? ആ ബസ്സിന്റെ അവസ്ഥ എന്താ ഇപ്പം? ഇവരോട് ചോദിക്കുക, ഇടതുപക്ഷത്തിന്റെ ആളുകൾ മറുപടി പറയട്ടെ. പിന്നെ ഇദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം എന്താ, മോയിൻസ് സ്കൂളിന്റെ കാര്യം. മോയിൻസ് സ്കൂളിന്റെ കാര്യത്തിൽ ആ കൺസെപ്റ്റ് തന്നെ അവിടെ കൊണ്ടുവന്നത് ഇവിടെ ഷാഫി പറമ്പിൽ MLA ആണ്. ഇവര് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് ആ പദ്ധതി മനഃപൂർവ്വം വൈകിപ്പിക്കുകയാണ്. ഇനി വേറൊരു കാര്യം പറഞ്ഞു, കിഫ്ബി. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ കിഫ്ബി പണം കൈമാറിയ ഒരു പദ്ധതിയുടെ പേര് അദ്ദേഹം പറയട്ടെ. ഒരു വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാർ വരുമ്പോ UDF-ന്റെ MLA-മാർ, UDF-ന്റെ MP-മാർ കേരള സർക്കാർ അവരുടെ അല്ല അതിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് വികസനത്തെ, കേരളത്തിന്റെ മുന്നോട്ട് പോക്കിനെ തടയിടാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടായിരുന്നില്ലേ കിഫ്ബിയെ പൊളിക്കുക? ചോദ്യങ്ങളേറെയാണ്, വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ ലഭിക്കുന്നില്ല. ഇപ്പൊ റോഡിന്റെ കാര്യം അടക്കം പലരും ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നാളെയും പാലക്കാട് ജനസഭയുണ്ട് കോട്ട മൈതാനത്ത്. നിങ്ങൾക്ക് നാളെയും ചോദിക്കാം. എന്തായാലും ഇന്നത്തെ ജനസഭ സജീവമാക്കിയ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്തേ.